ഒരു മെജോറിറ്റി ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവാൻ കഴിയുള്ളൂ. ഞാനൊരു ആണല്ലാണ്ടായി മാറിയിട്ടുണ്ടോ? കാരണം എൻ്റെ ഉദ്ധാരണം എന്ന് പറയുന്നത് എൻ്റെ ആണത്തത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, മരുന്ന് എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത്. അതും ഒരു മരുന്നാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു മെജോറിറ്റി ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇടുമ്പം അതിനെക്കുറിച്ച് കളിയാക്കാനും അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് മാത്രമാണോ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ, ഇതൊന്നും അറിയാതെയാണല്ലോ ഇത്ര കാലം ഞങ്ങളൊക്കെ ജീവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പല രീതിയിൽ കളിയാക്കാറുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവാൻ കഴിയുള്ളൂ. പല ആളുകളും നമ്മളെ മുന്നിൽ വന്ന് കരയാറുണ്ട്, ഡോക്ടറെ എനിക്ക് പേടിയാണ്, എൻ്റെ വൈഫിന് എന്നോട് ഒട്ടും താല്പര്യമില്ലാതെ വേറൊരാളുടെ ഒപ്പം ചാടിപ്പോവോ എന്നുള്ളത്. ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് നാട്ടിൽ വരുന്ന 2 മാസം അല്ലെങ്കിൽ 1 മാസമാണ് ആകെ എനിക്ക് എൻ്റെ വൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത്. അതുപോലും എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. ആൾക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക? എന്തായാലും അവൾക്ക് എനിക്ക് നിരാശയെ കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്തിനാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത് എന്നുപോലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. പല സമയങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാനൊരു ആണല്ലാണ്ടായി മാറിയിട്ടുണ്ടോ? കാരണം എൻ്റെ ഉദ്ധാരണം എന്ന് പറയുന്നത് എൻ്റെ ആണത്തത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കൊരു സ്ത്രീനെ കണ്ടാൽ, എൻ്റെ വൈഫിനെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പോൺ വീഡിയോസ് എങ്കിലും കണ്ടിട്ട് എനിക്ക് ഉദാഹരണം വരുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് വരുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണാനേ നിൽക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പല ആളുകൾ പല രീതിയിൽ ഇതിനെ കാണാറുണ്ട്. അതായത് ചില ആളുകൾക്ക് രാവിലത്തെ ഉദ്ധാരണത്തിൽ മാത്രമേ ഇഷ്യൂ ഉണ്ടാവാറുള്ളൂ. അതായത് രാവിലെ എണീറ്റ പാടെ അവർക്ക് ഉദ്ധാരണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ട്, ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇടയിൽ വെച്ച് എൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോവുകയാണ്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ എൻ്റെ ശുക്ലം പുറത്ത് വരുന്ന സമയം വരെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ആ ഒരു സാഹചര്യമുള്ളവർ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും, ഞാൻ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും, എന്ത് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാലും, എന്ത് മരുന്ന് ഞാൻ അതിൽ പുരട്ടി നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഉദ്ധാരണം കിട്ടുന്നില്ല. ചില സാഹചര്യങ്ങളിൽ എനിക്ക് മരുന്ന് കഴിച്ചാൽ ഉദ്ധാരണം വരും, പക്ഷെ മരുന്ന് കഴിച്ചില്ല എന്നാണെങ്കിൽ ഉദ്ധാരണം വരാറില്ല എന്ന സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഫർദർ കാണാം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. സോ ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സാരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉദ്ധാരണ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഉദ്ധാരണ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള റെഡ് സൈൻ സിംറ്റമാണ് അത് നിങ്ങളുടെ രാവിലത്തെ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത്. അതൊരു റെഡ് ഫ്ലാഗ് സിംറ്റമാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ഉദ്ധാരണക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവിലേക്ക് നിങ്ങൾ പോകാതെ തിരിച്ച് നോർമൽ ആകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടായിരുന്നു, അത് അധികമൊന്നും മരുന്ന് കഴിക്കാതെ നിങ്ങൾക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, മരുന്ന് എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത്. അതും ഒരു മരുന്നാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്ന വ്യായാമം എന്നുള്ളത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വെയിൽ കൊള്ളുക എന്നുള്ളത്, ഉറങ്ങുന്നുണ്ട് എന്നുള്ളത്. ഈ 5 കാര്യങ്ങളും ഒരുപോലെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു മരുന്നും ഇല്ലാണ്ട് പഴയതുപോലെ നോർമലായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അതല്ല, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഞാനിനി എന്ത് തോന്നിയതുപോലെ നടന്നാലും എൻ്റെ കാര്യം റെഡി ആയിക്കോളും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഡി ആവും. മരുന്ന് നിർത്തുമ്പോൾ പിന്നെയും പഴയതുപോലെ തന്നെ ആവും. അപ്പം ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് മെഡിസിൻ എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് നോർമലാക്കി കൊണ്ടുവരാൻ നമുക്ക് ആക്ച്വലി ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് അതിൽ പറയാൻ. സോ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിയുന്നുണ്ടാവും. എങ്കിൽ പോലും ഇത് എങ്ങനെയാണ് അത് കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല എന്ന് കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം മരുന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ രോഗം മാറണം, മരുന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും കഴിക്കുമായിരുന്നു. ഇത് മെഡിസിൻ ആണ് എന്ന് വിചാരിച്ച് മാത്രം നിങ്ങൾ കഴിക്കാം.
ഇതിൽ നല്ല രീതിയിൽ നൈട്രേറ്റ്സ് ഉണ്ട്. നിങ്ങളെ ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഈ ഗ്രീൻ ലീഫി എന്ന് പറയുമ്പോൾ എന്ത് പറ്റും, പച്ചിലക്കറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തും നല്ലതാണ്. ചീരയാണെങ്കിലും മുരിങ്ങയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ പോയ്സണസ് അല്ലാത്ത എല്ലാ ഇലകളും വളരെ നല്ലതാണ്. അത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ചിലർ നന്നായിട്ട് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സത്തും ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പം പാകത്തെ വേവിൽ നിങ്ങളിത് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ചില ആളുകൾ വന്ന് പരാതി പറയാറുണ്ട്, വീട്ടിലാരും കഴിക്കുന്നില്ല ഡോക്ടറെ, എനിക്ക് മാത്രം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പറയാം എന്നുള്ളത്. നിങ്ങൾ പറയണം, നിങ്ങളുടെ വൈഫിനോട് പറയണം, ഇത് കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി തരണം, അല്ലാതെ ഇത് കാര്യം നടക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പച്ചക്കറികൾ പൊതുവെ വീട്ടിൽ ഉണ്ടാക്കാറില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിനക്കിത് വേണോ എന്നാൽ എനിക്ക് മരുന്നായിട്ട് ഇത് ഉണ്ടാക്കി തരണം എന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ പറയാനുള്ളതാണ് ബീട്രൂട്ട് എന്നുള്ളത്. ബീട്രൂട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചിലർ നല്ല രീതിയിൽ അത് വെറുതെ അരച്ചിട്ട് അധികം വെള്ളം കൂട്ടാണ്ട് നന്നായി അരച്ച് ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് നിങ്ങൾക്ക് കുറുക്കിയെടുത്തിട്ട് കുറുക്ക് പോലെ കഴിക്കാം ഉപ്പിട്ടിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സിൽ കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പേരി ആയിട്ട് മെഴുക്ക് പുരട്ടി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മെഴുക്ക് പുരട്ടി ആയിട്ട് കഴിക്കുമ്പോൾ എപ്പോഴും പറയാനുള്ളത്, ഓവറായിട്ട് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യാണ്ട് അതിൽ ഉള്ളി വാട്ടിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇത് കഴിക്കാനുള്ള കാരണം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലും ഇതേപോലെ നൈട്രിക് ഓക്സൈഡ് വളരെ ഹൈ ആയിട്ടുള്ളൊരു ഫുഡാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ, അതേപോലെ തന്നെ ഈ രക്തക്കുഴലുകളുടെ ശക്തി കൂട്ടാൻ, അതായത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകളിൽ പല രീതിയിലുള്ള ബ്ലോക്കുകൾ വരാനുള്ള ചാൻസസ്, അതേപോലെ അവിടെ ഇവിടെ പലത് അടഞ്ഞു കിടക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രക്തക്കുഴലുകൾ നല്ല രീതിയിൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അത് ഡാർക്ക് ചോക്ലേറ്റ് പ്യുവർ ഡാർക്ക് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം പലപ്പോഴും ഡാർക്ക് ചോക്ലേറ്റ് ആളുകൾക്ക് കഴിക്കാൻ കഴിയില്ല, ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പം അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ളൊക്കെ വരാറുണ്ട്. അത് മാക്സിമം ഒഴിവാക്കുക. കറക്റ്റായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ പൂർണ്ണ ഗുണം ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നാഷായിട്ട്, അതായത് അതിനെ മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മധുരവും കിട്ടും, ഇത് ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു സുഖം ഉണ്ടാവും. ചിലർ കഴിക്കുന്ന കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സ്ട്രോബെറിൻ്റെ മേലെ ഇട്ടിട്ട് അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സിൻ്റെ മേലെ കൂടെ ഇതേപോലെ വെറുതെ ഒന്ന് ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ ഫ്ലാവിനോട്സ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ രക്തക്കുഴലുകളുടെ ഹെൽത്ത് കൂട്ടാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാമിന കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ മറ്റൊന്നാണ് വാട്ടർമെലൺ, അല്ലെങ്കിൽ നമ്മളുടെ തണ്ണീർമത്തൻ, ബത്തക്ക എന്നൊക്കെ പറയുന്ന സാധനം. ഇത് പലപ്പോഴും ആളുകൾ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, അങ്ങനെ കഴിക്കാറുണ്ട്. ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളൊരു ഷുഗർ രോഗിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ജ്യൂസ് അടിച്ച് നിങ്ങൾ എന്ത് ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിലും ജ്യൂസ് അടിക്കാതെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് ഹൈക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങൾ അങ്ങനെ കട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈക്ക് കുറയ്ക്കാനും പക്ഷേ അതിൻ്റേതായ ഗുണം നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ സിട്രുലിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് നമ്മളുടെ ഈ തണ്ണീർമത്തനിലുണ്ട്. ഈ ഒരു കണ്ടൻറ്റ് നമ്മുടെ ഇഡിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണക്കുറവിന് കൊടുക്കുന്ന മെഡിക്കേഷൻ്റെ അതേ കണ്ടൻറ്റ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് ഈ സിട്രുലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാനും നല്ല രീതിയിൽ ഉദ്ധാരണം വരുത്താനും ബത്തക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു ഫുഡാണ് നട്ട്സ് എന്ന് പറയുന്നത്. നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള നട്ട്സും വളരെ നല്ലതാണ്. നമ്മൾ കൂടുതലായിട്ട് ഇതിൽ പറയാറുള്ളത് ആൽമണ്ട്, അതായത് ബദാം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിസ്ത, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാൾനട്ട് എന്ന് പറയുന്നത്. വാൾനട്ട് വളരെ നല്ലതാണെന്നാണ് ഇതിൽ പഠനങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടിയും കൂട്ടി നിങ്ങൾ മുഷ്ടി ചുരുട്ടിയാൽ എത്രയാണോ നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്നത്, അതായത് ബിലോ 10 താഴെ വേണം നിങ്ങൾ കഴിക്കാൻ. നിങ്ങൾ ഡെയിലി കഴിച്ചോളൂ, പക്ഷെ 10 എണ്ണത്തിൽ കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഇതിലൊക്കെ ഹെൽത്തി ഫാറ്റ് ഉണ്ട്. ഫാറ്റിന് ഹെൽത്തിയാണ്, ഓയിലിയാണ്. പക്ഷേ ഇത് അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ ഇത് ഓവറായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊളസ്ട്രോൾ കൂടാൻ ചാൻസ് ഉണ്ട്. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ തന്നെ ഈ നമ്മൾ പറയുന്ന ബ്ലോക്ക് അവിടെ ഇവിടെ പോയിട്ട് കെട്ടിക്കിടക്കാനും നിങ്ങളെ രക്തയോട്ടം കുറയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാൽ നിങ്ങൾ ഇതിൻ്റെ അളവ് അനുസരിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തയോട്ടം സ്മൂത്ത് ആക്കാനും നല്ല രീതിയിൽ ആ ഒരു ബ്ലഡ് പ്രഷർ കുറച്ച് നല്ല രീതിയിൽ
എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒന്നാണ് നട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലതാണെന്ന് കരുതി അധികം കഴിക്കുന്നില്ല എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊന്നാണ് മീനിൽ പ്രത്യേകിച്ച് omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് കഷ്ണമീനാണ് കൂടുതലായിട്ട് നമ്മൾ പറയാറുള്ളത്, നല്ല കട്ടിയുള്ള കഷ്ണമുള്ള മീനായിട്ട് പറയാറുണ്ട്. അപ്പം അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് കൂട്ടാനും നല്ല രീതിയിൽ പമ്പിങ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന മീൻ എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് പോമിഗ്രാനറ്റ് അല്ലെങ്കിൽ റുമാൻ, ഉറുമാമ്പഴം, അനാർ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നൈട്രിക് ഓക്സൈഡ് കൂട്ടാനും നൈട്രേറ്റ്സിനെ കൂട്ടാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജ്യൂസായിട്ട് കുടിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നിങ്ങളൊന്നെങ്കിൽ സാലഡിലിട്ട് കഴിക്കുക അല്ലെങ്കിൽ വെറുതെ അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ സഹായിക്കുന്നത് പോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന അനാർ അല്ലെങ്കിൽ പോമിഗ്രാനറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്നാണ് ഗാർലിക് അല്ലെങ്കിൽ നമ്മളുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വെളുത്തുള്ളി നമ്മളുടെ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല ആളുകൾ നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് അത് വെളുത്തുള്ളി അങ്ങനെ കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണ എടുത്ത് ലിംഗത്തിൽ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്തയോട്ടം ഉണ്ടാകാറുണ്ട് എന്നുള്ളത്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്കത് ഓക്കെയാണ്, ചിലർക്കത് വേറെ റിയാക്ഷൻസ് വരുത്താറുണ്ട്. സോ ഞാനിവിടെ പറയാറുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഫുഡിൽ നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്തോളൂ, നോർമലായിട്ട് ഫുഡിൽ കഴിച്ചോളൂ. ഉപ്പിലിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ഒക്കെ കഴിക്കുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വെളുത്തുള്ളിനെ മാത്രം ചില ആളുകൾ റോസ്റ്റ് ചെയ്യാറുണ്ട്, അടുപ്പത്തിട്ട് ചുടാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് തൊലിയോടുകൂടി ചുട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഓവറായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുകയില്ല, പക്ഷേ അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച് കുടിക്കാം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വെളുത്തുള്ളിനെ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെ പാലൊഴിച്ച് നല്ല രീതിയിൽ കൊഴുപ്പിച്ചിട്ട് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പാലല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങാപ്പാലാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ചിലർ അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക മധുരം ഇട്ടിട്ട് കഴിക്കാറുണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ഓട്സ് കഴിക്കുന്നത് അതിൽ L-അർജിനിൻ എന്നുള്ള പറയുന്ന കണ്ടൻറ്റ് നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ അത് ഇമ്പ്രൂവ് ചെയ്യും, നൈട്രേറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഓവറായിട്ട് ഷുഗറി കണ്ടൻറ്റ് അതിലേക്ക് കൊണ്ടുവരുമ്പം ഈ പറയുന്ന ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാണ്ടാവുകയും നിങ്ങൾ കഴിച്ച ഗുണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതേപോലെ നെക്സ്റ്റ് ഫുഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയാണ്. തക്കാളീനെ പലപ്പോഴും പല ആളുകളും എടുത്തിടുന്നൊരു സാധനമാണ്, അതായത് കഴിക്കാറില്ല, ഇഷ്ടപ്പെടാറില്ല. എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയാറുള്ളത്. സാലഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തക്കാളി ഇടണ്ട, സാൻഡ്വിച്ചിലാണെങ്കിൽ തക്കാളി ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ തക്കാളി ആക്ച്വലി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഫുഡിൽ കഴിക്കുക. നിങ്ങളിപ്പോൾ സാലഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടില്ലെങ്കിലും ഒരു ചെറിയ പീസെങ്കിലും നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യുക. മരുന്നാണ് എന്ന് വിചാരിച്ച് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന ഫുഡ്സ് എല്ലാം നിങ്ങൾ എത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരളവുണ്ട്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ ആദ്യം പറയാം, ഇത് ചെയ്തു തരാൻ ആളില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇലക്കറികളൊക്കെ ഇപ്പോൾ പുറമെ നിൽക്കുന്ന ആളുകൾ, അതായത് ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകൾ, മെസ്സാണ് ഡോക്ടറെ, ഈ പറയുന്ന രീതിയിലൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ വേവിച്ച് കഴിക്കണമെന്നില്ല, നിങ്ങൾ റോ ആയിട്ട് കഴിച്ചോളൂ. അതിനിപ്പം വേറൊരാളുടെ ആവശ്യമില്ലല്ലോ, മുറിച്ച് കഴിക്കേണ്ട കാര്യമുള്ളൂ. ഇലക്കറികൾ കഴിക്കാൻ കഴിയില്ല, ഇലക്കറികൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് പുറമേക്ക് ഒരുപാട് ഇലകൾ വെറുതെ കഴിക്കാൻ കിട്ടുന്ന ഇലകളുണ്ട്. അതായത് ബക്തോണിസ്, ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബക്തോണിസ്, ജർജീർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇലകളുണ്ട്. അതേ രീതിയിൽ തന്നെ US അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് പ്രദേശത്താണെങ്കിലും അതേപോലെ നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഇലകൾ കിട്ടും. നിങ്ങളത് അങ്ങനെ കഴിക്കുക. പക്ഷേ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. കാരണം ഒരു സ്റ്റൗവും ഒരു ചെറിയ ചട്ടിയും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വെളുത്തുള്ളി വേണമെങ്കിൽ അങ്ങനെ ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലേ. അപ്പം നമ്മളുടെ ആഗ്രഹമാണ് ഇത് മാറണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യും എന്നുള്ളതാണ്. സോ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.